ഒളിവുകാലത്തിന്റെ അർദ്ധസെഞ്ചുറി. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് കൊലക്കേസ് പ്രതി ചാടിപ്പോയിട്ട് 50 ദിവസങ്ങൾ പിന്നിട്ടു. പെരിന്തൽമണ്ണ ദൃശ്യ കൊലക്കേസ് പ്രതി വിനീഷ് വിനോദാണ് പോലീസിനെ വെട്ടിലാക്കി ചുറ്റിക്കറങ്ങുന്നത്. സംസ്ഥാനത്തിന് പുറത്തേക്ക് വിനീഷ് കടന്നെന്ന സൂചനയിൽ 4 ഭാഷ ലുക്കൌട്ട് സർക്കിളിൽ ഇറക്കിയിട്ടും തമിഴ്നാട്ടിലും കർണാടകയിലും ചുറ്റിക്കറങ്ങിയിട്ടും പോലീസിന് ഇതുവരെ ആളെ കിട്ടിയില്ല. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് യുവതിയെ നിഷ്ഠൂരം കുത്തിക്കൊന്ന കേസ് പ്രതി പുറത്ത് സ്വൈര്യവിഹാരം നടത്തുന്നത് ആശങ്ക തന്നെയാണ്. പോലീസ് തുടർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. അർദ്ധ സെഞ്ചുറിയുടെ തിളക്കത്തിലാണ് കൊടുംകുറ്റവാളി വിനീഷ്. പറഞ്ഞുവരുന്നത് ഒരു പാവം പെൺകുട്ടിയെ നിഷ്കരുണം കുത്തിക്കൊന്ന കേസിലെ പ്രതിയുടെ തടവുചാട്ടത്തെക്കുറിച്ചാണ്. വിചാരണവേളയിൽ മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് വിനീഷിനെ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലെത്തിച്ചത്. ഇതുതന്നെ അടവായിരുന്നോ എന്ന സംശയമാണ് പോലീസിനുള്ളത്. കാരണം ചികിത്സയിലായിരുന്നെങ്കിലും അങ്ങേയറ്റം ബുദ്ധിപരമായാണ് ഇയാൾ പോലീസിനെ കബളിപ്പിച്ച് ജയിൽ ചാടിയത്. ജയിലിൽ നിന്ന് കുതിരവട്ടത്തെത്തിച്ച് അവിടെ നിന്ന് പുറം ലോകത്തേക്ക് മതിൽ ചാടുന്നത് വിനീഷിന്റെ പതിവാണ്. 2ാം തവണയാണ് വിനീഷ് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ചാടിപ്പോകുന്നത്. ജയിലിൽ മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചപ്പോൾ 2022-ൽ വിനീഷിനെ കുതിരവട്ടം മാനസികാരോഗ്യ ചികിത്സാ കേന്ദ്രത്തിൽ പ്രവേശിപ്പിക്കുന്നു. അന്ന് അവിടെ നിന്ന് വിനീഷ് ചാടിപ്പോയി. ഏറെ പാടുപെട്ട് കർണാടകയിലെ ധർമ്മസ്ഥലയിൽ നിന്നാണ് അയാളെ അന്ന് പൊക്കിയത്. പിന്നീട് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. ജയിലിൽ വീണ്ടും മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചതിനാൽ ഡിസംബർ 10-ന് തിരികെ കുതിരവട്ടത്തെത്തിച്ചു. കൃത്യം 20-ാം ദിവസം വിനീഷ് 2ാമതും തടവുചാടി. അതായത് ഡിസംബർ 29-ന്. അതും അങ്ങേയറ്റം ബുദ്ധിപരമായി ആസൂത്രിതമായായിരുന്നു ജയിൽ ചാട്ടം. സെല്ലിലെ ശുചിമുറിയുടെ ചുമര് തുരന്നാണ് വിനീഷ് രക്ഷപ്പെട്ടത്. ഭിത്തി തുരന്നതോ ചായ കുടിക്കാൻ നൽകിയ ഗ്ലാസ് ഉപയോഗിച്ച്. CCTV ദൃശ്യങ്ങൾ പോലും ലഭ്യമല്ലാത്തതിനാൽ വിനീഷ് ഏതു വഴിക്കാണ് രക്ഷപ്പെട്ടതെന്ന് പോലും മനസ്സിലാക്കാനായിട്ടില്ല. ഡൽഹി, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ അന്വേഷിച്ചെങ്കിലും ഫലമുണ്ടായില്ല. കഴിഞ്ഞ തവണ രക്ഷപ്പെട്ടപ്പോൾ കൂട്ടുകാരുമായി വിനീഷ് ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ ഇത്തവണ അതുമുണ്ടായില്ല. സെല്ലിലും ജയിലിലും പൊതുവെ അക്രമ സ്വഭാവം കാണിക്കാറുണ്ട് വിനീഷ് എന്ന് അന്വേഷണ സംഘം തന്നെ സമ്മതിക്കുന്നു. പിടിക്കപ്പെട്ടില്ലെങ്കിൽ ദൃശ്യയുടെ അടുത്ത ബന്ധുക്കൾക്ക് പോലും ഭീഷണിയാണെന്ന് പോലീസ് റിപ്പോർട്ടും നിലവിലുണ്ട്. ദൃശ്യയുടെ അമ്മയും സഹോദരിയും താമസിക്കുന്ന സ്ഥലത്ത് പോലീസ് നിരീക്ഷണമുണ്ട്. അതേസമയം സംഭവത്തിൽ 4 പോലീസുകാർക്കെതിരെ വകുപ്പുതല നടപടിയെടുത്തിരുന്നു. മെഡിക്കൽ കോളേജ് SHOയുടെ നേതൃത്വത്തിൽ 3 ടീമായാണ് അന്വേഷണം. വിനീഷ് തടവുചാടിയിട്ട് ദിവസം 50 ആകുന്നു. പ്രതി സംസ്ഥാനത്തിനു പുറത്ത് പല ഹോട്ടലുകളിലും ജോലി ചെയ്തിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചു. എന്നാൽ പോലീസ് സംഘം എത്തും മുൻപ് ഇവിടങ്ങളിൽ നിന്നെല്ലാം അതിവിദഗ്ധമായി ഇയാൾ മുങ്ങി. അധികം വൈകാതെ പ്രതിയെ പിടികൂടാനാകുമെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം പറയുന്നത്. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ 20 സുരക്ഷാ ജീവനക്കാർ വേണ്ടിടത്ത് നിലവിൽ 5 പേർ മാത്രമാണുള്ളത്. ഈ സുരക്ഷാ വീഴ്ച ചൂണ്ടിക്കാണിച്ചാണ് മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തത്. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.